ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു ഡ്രാമ വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൈ ക്രഷ് എപ്പിസോഡ് 18 ആണ്. നേരെ എപ്പിസോഡിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജിൻസി അമ്മയെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ജിൻസിയൊക്കെ അമ്മ എന്താമ്മ ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. ഇത് കേട്ടത് ഉടനെ അമ്മ പറയും, ഞാൻ നിന്നോട് ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ യോഞ്ചിയോട് പരിതാപപ്പെട്ടോ അതോ അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന് ഓർത്തിട്ട് വല്ലോ ആണ് ഈ റിലേഷൻഷിപ്പിന് സമ്മതിച്ചത് എന്ന് ചോദിക്കും. ഇത് കേട്ടതും ചിരിച്ചിട്ട് ജിൻസി പതുക്കെ അമ്മയുടെ കൈ പിടിച്ചിട്ട് പറയും, അമ്മ അന്ന് എന്റെ ബർത്ത്ഡേക്ക് അവൻ എന്നോട് അങ്ങനെ ചെയ്തപ്പോ എനിക്ക് എന്തോ ഏറ്റവും സങ്കടമായെന്ന് അമ്മയ്ക്ക് അറിയോ. ഇത് കേട്ടത് കൊണ്ട് തന്നെ അമ്മ പറയും, നിന്നെ കുടിപ്പിച്ച് ബോധമില്ലാതായപ്പോ നിന്നോട് അങ്ങനെ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ നിനക്ക് സങ്കടമായതെന്ന് ചോദിക്കും. കൊണ്ട് ജിൻസി പറയും, അതേ അമ്മേ, അതിനുവേണ്ടി ഞാൻ അവനെ 2 തവണ അടിക്കുക വരെ ചെയ്തെന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് അമ്മ പറയും, 2 തവണയല്ല, അതിന് മേലിൽ അവനെ അടിച്ചാലും ഒരു കുഴപ്പമില്ല, അവന്റെ കയ്യിരിപ്പിന് അത് വേണമെന്ന് പറയും. ഇത് കേട്ടതും ചിരിച്ചിട്ടുണ്ടെങ്കിൽ ജിൻസി പറയും, അമ്മ അതിനെക്കാട്ടിയൊക്കെ എനിക്ക് സങ്കടമായത് അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഇതുവരെ ചേട്ടനായിട്ട് കണ്ടിട്ടില്ല, ഇനിയോട്ട് ചേട്ടനായിട്ട് കാണത്തില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് ഒരുപാട് സങ്കടമായി. ഞങ്ങൾ രണ്ടുപേരും ബ്ലഡ് റിലേഷൻ അല്ലെങ്കിലും അവൻ എന്നെ ചേട്ടനായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അവന്റെ ചേട്ടൻ അല്ലെങ്കിൽ പിന്നെ അവന്റെ ജീവിതത്തിൽ ഞാൻ ആരായിട്ടിരിക്കും എന്നോർത്താണ് എനിക്ക് ഒരുപാട് സങ്കടമായത് എന്ന് പറയും. എന്നിട്ട് പറയും, ഒരു ദിവസം ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞമ്മേ, പ്രണയം എന്ന് പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും വരാം, ആരിൽ നിന്നും വരാം, ആരോടും തോന്നാം എന്ന് പറഞ്ഞെന്ന് പറയും. ഇത് കേട്ടതും കൊണ്ടേനെ അമ്മയ്ക്കും എനിക്ക് മനസ്സിലായില്ല ജിൻസി എന്ന് പറയും. ഇത് കേട്ടത് കൊണ്ടേനെ ജിൻസി പറയും, അമ്മ ആദ്യമൊക്കെ എനിക്ക് അവനോട് ഒരു പരിതാപവും അവനോട് കെയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പോകെ പോകെ അത് അവനോടുള്ള പ്രണയമായി മാറി. ഇപ്പൊ എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയും. ഇത് കേട്ടതും അവർ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് കരയും. സങ്കടപ്പെട്ടിട്ട് അവർ അമ്മ പറയും, എനിക്ക് മനസ്സിലായി ജിൻസി എന്ന് പറയും. ഇത് കണ്ടതും ചിരിച്ചിട്ട് ജിൻസി പറഞ്ഞ അമ്മയുടെ കൈ പിടിച്ചിട്ട് പറയാം, അമ്മ സങ്കടപ്പെടേണ്ട അമ്മ, ഈ ഫീലിങ്സ് അത്ര പെട്ടെന്നൊന്നും എന്റെ അടുത്തൊന്നും പോകത്തില്ല എന്ന് പറയും. എന്നിട്ട് നേരെ ജിൻസി അച്ഛനെ കുറിച്ച് തിരക്കും. ഉടനെ അമ്മ പറയും, നീ അച്ഛനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടണ്ട, അച്ഛന്റെ അടുത്തിരുന്ന അച്ഛനെ ഞാൻ നല്ലപോലെ നോക്കിക്കോളാം, എന്തായാലും നിനക്ക് നാളെ ഓഫീസുള്ളതല്ലേ, നീ ഭയങ്കര ടയർഡായിട്ടായിരിക്കും വന്നിരിക്കുന്നത്, അതുകൊണ്ട് പോയി കിടക്കെന്ന് പറയും. പണ്ട് ജിൻസി പറയും, അമ്മയും ഭയങ്കര ടയർഡായിട്ടിരിക്കുമല്ലേ, ജോലിയൊക്കെ ചെയ്ത്, അമ്മയും പോയി കിടന്നോ ശരി എന്ന് പറഞ്ഞിട്ട് ജിൻസി അങ്ങ് റൂമിലോട്ട് പോകും. ജിൻസിയോട് സംസാരിച്ചിട്ട് അമ്മ നേരെ റൂമിൽ വരും. റൂമിൽ വരുമ്പോ ആ കഥവിന് പുറകെ നിന്നുകൊണ്ട് അച്ഛൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഉടനെ അമ്മ പറയും, ഞങ്ങൾ സംസാരിച്ചതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നിങ്ങൾ എന്തൊക്കെയാണോ അവനോട് ചോദിക്കാൻ പറഞ്ഞത് അതെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവൻ പറഞ്ഞതും കേട്ട് കാണുമല്ലോ, ഇപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കുന്നതെന്ന് ചോദിക്കും. ഇത് കേട്ടത് ഒന്നും മിണ്ടാതെ അച്ഛൻ നേരെ ബെഡിൽ പോയിരിക്കും. ഉടനെ കൂടെ അമ്മയും പോയിരുന്നിട്ട് പറയും, ഇപ്പൊ റൂമിലോട്ട് പോകാൻ നേരം പോലും ജിൻസി അവിടെ നിന്ന് നമ്മുടെ റൂമിലോട്ട് നോക്കിയിട്ടാ പോയത്, നിങ്ങളെ കുറിച്ച് ഓർത്ത് അവന് ഒരുപാട് ടെൻഷൻ ഉണ്ട്, നിങ്ങളോട് അവന് ഒരുപാട് സ്നേഹമുണ്ട് എന്ന് പറയും. ഇത് കേട്ടത് പറഞ്ഞ അച്ഛൻ പറയും, നീ എന്താ പറയുന്നത്, എനിക്ക് അവന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ലെന്നാണ് പറയുന്നതെന്ന് ചോദിക്കും. ഉടനെ അമ്മ പറയും, അതല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോഴും നിങ്ങൾക്ക് അത് ശരിയാകുന്നില്ല, ശരിയല്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുനാൾ ഇങ്ങനെ തന്നെ പോട്ടെ, ജിൻസി ഇവിടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ, യോഞ്ചി അവിടെ നിൽക്കട്ടെ, ഇങ്ങോട്ടൊന്നും അവൻ വരണ്ടാന്ന് ഞാൻ പറയാന്ന് പറയും. ഇത് കേട്ടത് കൊണ്ടാണ് അച്ഛൻ പറയും, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, എന്റെ മനസ്സിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ജിൻസി എന്റെ സ്വന്തം മോനാണ്, എനിക്ക് അവനോട് ഒരുപാട് സ്നേഹമുണ്ട്, ഞാൻ അവന്റെ അടുത്തില്ലാത്തൊരവസ്ഥ വന്നാലും അവനെ സന്തോഷമായിട്ട് നോക്കാനും സ്നേഹിക്കാനും അവന്റെ കൂടെ ഒരാളുണ്ട് എന്ന് പറയുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ് എന്ന് പറയും. ഇത് കേട്ടതും അമ്മ പറയും, അത് ശരിയാ, പക്ഷെ അത് യോഞ്ചി തന്നെ ആവണമെന്നില്ല എന്ന് പറയും. ജിൻസി വളരെ നല്ലൊരു ചെറുക്കനാണ്, നിങ്ങളോട് അവന് ഒരുപാട് സ്നേഹമുണ്ട്, അവൻ നിങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ അവൻ എന്തുമാത്രം ചാൻസ് ഉണ്ടായിരുന്നു അവൻ ഗേ ആണെന്ന് നിങ്ങളോട് തുറന്നു പറയാം, പക്ഷെ നിങ്ങൾ സങ്കടപ്പെടുമെന്ന് ഓർത്തിട്ടല്ല ഇത്രയും വർഷം അവൻ ആ സങ്കടങ്ങളെല്ലാം സഹിച്ചത്, അതുകൊണ്ട് അവനൊരു നല്ല ചെറുക്കനാന്ന് പറയും. ഇതെല്ലാം കേട്ടിട്ട് അച്ഛൻ ഇങ്ങനെ മിണ്ടാതിരിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന എന്താണോ അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ തോളി കിടന്നിട്ട് പറയും, ഇപ്പൊ ഇതെല്ലാം വിട്, ഇനി ദേഷ്യപ്പെടല്ലേ എന്ന് പറയും. ഇത് കേട്ടതും ചിരിച്ചിട്ട് അച്ഛൻ അങ്ങ് അമ്മേനെ ഹഗ് ചെയ്യും. ഇത്ര ഏജില് ഇത്ര റൊമാൻസ് നടക്കുന്ന അച്ഛന് കൊള്ളാം. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന നമ്മുടെ പിള്ളേരെയാണ്. രാത്രിയാണ് വിൽസൺ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആ പ്രൂഫൊക്കെ കളവാണ്, അവന്റെ ഭാഗത്തൊരു തെറ്റില്ല എന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി എല്ലാരും ഫോൺ ചെയ്യും, ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുകയും ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അതുവഴി നമ്മുടെ മ്യൂറൻ വരും. ഇവനിങ്ങനെ കുത്തിയിരുന്ന് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന കാണുമ്പോഴേക്കും ഇവന് ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. എന്നിട്ട് മ്യൂറൻ ഇത് കണ്ടിട്ട് തന്നെത്താൻ ഓർക്കും, കള്ളൻ നമ്മുടെ അടുത്തൊക്കെ ഒരു ടെൻഷനും ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര ടെൻഷനുണ്ട്, ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ ശ്രമിക്കുക, അവൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആ തെളിവൊക്കെ കണ്ടുപിടിക്കണമെന്ന് മനസ്സിൽ ഓർത്തിട്ട് അങ്ങ് നടന്നു പോകും. പിറ്റേ ദിവസം ഓഫീസിലാണെങ്കിൽ നമ്മുടെ മ്യൂറനും മെയ്ഫാങ്ങും കൂടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഉടനെ മ്യൂറൻ മെയ്ഫാങ്ങിനോട് ചോദിക്കും, നീ ഇന്നാളെ ഒരു ദിവസം പറഞ്ഞില്ലേ ആ കാവു ഏതോ മെയിൻ എംപ്ലോയിനെ ഹറാസ് ചെയ്തെന്ന്, അവൻ ആരാണ് എന്താന്ന് വല്ല അവന്റെ ഡീറ്റെയിൽസ് നിനക്ക് അറിയോന്ന് ചോദിക്കും. ഇത് കേട്ട് മെയ്ഫാങ് കൊണ്ട് പറയും, അവനെ കുറിച്ച് ഞാനും കുറെ അന്വേഷിച്ചു, പക്ഷെ ആരും ഒന്നും പറയുന്നില്ല എന്ന് പറയും. മെയ്ഫാങ് ഇങ്ങനെ പറയുന്നത് കേട്ട് നമ്മുടെ മ്യൂറൻ ഭയങ്കര ഡല്ലാവും. ഉടനെ മെയ്ഫാങ് ചോദിക്കും, നിങ്ങൾ കാവുവിനെതിരായിട്ട് പ്രൂഫ് ഒക്കെ ശേഖരിക്കുവാണോന്ന് ചോദിക്കും. ഇത് കേട്ടോണ്ടന്നെ മ്യൂറൻ പറയാം, അതെ, നമ്മുടെ കൈ തെളിവുണ്ടെങ്കിൽ അവൻ പറയുന്നതെല്ലാം കള്ളമാകത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ വിൽസനെ സപ്പോർട്ട് ചെയ്യാൻ വെറുതെ പറയാവുന്ന ആൾക്കാർ പറയത്തുള്ളൂ എന്ന് പറയും. ഇത് കേട്ടതുകൊണ്ട് മെയ്ഫാങ് ചോദിക്കും, വിൽസൺ എങ്ങനെയുണ്ട്, ഓക്കെ ആണോന്ന് ചോദിക്കും. ഉടനെ മ്യൂറൻ പറയും, പുറത്ത് അവൻ വലിയ ടെൻഷൻ ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ അവന് നല്ല സങ്കടമുണ്ട്, അതെനിക്കറിയാം, അവനെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവൻ ഇട്ട് കൊടുത്ത റിംഗ് ഇല്ല അതിലിങ്ങനെ ടച്ച് ചെയ്തോണ്ടിരിക്കും. ഇങ്ങനെ ഇവർ രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ട് നടന്നു വരുമ്പോഴേക്കും അവിടെ ഇരുന്നുകൊണ്ട് 2 സ്റ്റാഫുകൾ വിൽസനെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. ഇത് കേട്ടത്
കേട്ടതും ദേഷ്യമായിട്ട് മെയ്ഫാങ് അവരോട് പോയി വഴക്കുണ്ടാക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ മ്യൂറൻ പിടിച്ചിട്ട് പറയും, ഇപ്പൊ നീ അവരോട് പോയി വഴക്കുണ്ടാക്കുന്നതിൽ ഒരർത്ഥമില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ കൈ തെളിവില്ല, അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് വേറെ ന്യൂസ് കിട്ടുമ്പോൾ അവരതിന്റെ പുറകെ പൊക്കുള്ളൂ, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്ന് പറയും. ഇത് കേട്ടത് മെയ്ഫാങ് കൊണ്ടു ചോദിക്കും, നമ്മൾ എങ്ങനെ പ്രൂഫ് ഒക്കെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കും. നമ്മുടെ മ്യൂറന് എങ്ങനെ പ്രൂഫ് കണ്ടുപിടിക്കും, ഒരു ഐഡിയ എങ്ങനെ കിട്ടുമെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കാൻ നമ്മുടെ ജിൻസിനെയാണ്. ജിൻസി യോഞ്ചി കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടന്നു വരുവാണ്. ജിൻസിക്ക് എങ്ങനെയെങ്കിലും യോഞ്ചിയുടെ കൈ പിടിക്കണമെന്നുണ്ട്, പക്ഷെ പിടിക്കാതെ ഇങ്ങനെ നടക്കോ. ഇത് മനസ്സിലാക്കിയിട്ട് യോഞ്ചി എന്ത് ചെയ്യും, നേരെ വന്ന് നമ്മുടെ ജിൻസിയുടെ കയ്യിലങ്ങ് പിടിക്കും. ഒന്ന് ജിൻസി പറയും, ഞാൻ ഓഫീസിനടുത്ത് വന്ന് ആരെങ്കിലും കണ്ടാൽ അത് ശരിയാവത്തില്ല എന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ യോഞ്ചി പറയും, നമ്മൾ രണ്ടുപേരും ഇപ്പൊ റിലേഷൻഷിപ്പിലല്ല, പിന്നെന്താ ആരെങ്കിലും കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഇത് കേട്ടിട്ട് ചിരിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ജിൻസി പറയും, ഞാൻ അങ്ങനൊന്നും പറഞ്ഞല്ല, എനിക്ക് കുറച്ച് നാണം മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഇത് കേട്ടതും ചിരിച്ചിട്ടുണ്ടെന്ന് യോഞ്ചി പറയും, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, നമ്മൾ കപ്പിൾസ് ആണെന്ന് അവരോട് എന്ന് പറയുമെന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ ജിൻസി ഭയങ്കര ഷോക്കായിട്ട് നോക്കിട്ട് പറയും, ആഹാ നിനക്ക് ഇങ്ങനൊക്കെ പറയാനൊക്കെ അറിയാവോന്ന്. ഇത് കേട്ടത് കൊണ്ട് തന്നെ യോഞ്ചി പറയും, പിന്നെ അറിയാതെ, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ എന്ന് പറയും. ഇത് കേട്ടതും ചിരിച്ചിട്ട് നമ്മുടെ ജിൻസി പറയും, അതെ 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 എന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കിക്കോ. ഉടനെ യോഞ്ചി ജിൻസിയോട് ചോദിക്കും, നീ എപ്പോഴും എന്നെ സ്നേഹിക്കത്തില്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ട് ഉടനെ ജിൻസി പറയും, തീർച്ചയായും ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിക്കും, നീ ഇതുപോലുള്ള ചിന്തകൾ പോലും നിനക്ക് വരാൻ പാടില്ല എന്ന് പറയും. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ല, എന്റെ ഫീലിങ്സ് ഒന്നും അത്ര പെട്ടെന്നൊന്നും മാറത്തില്ല എന്ന് ജിൻസി പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ യോഞ്ചി പറയും, എന്തൊക്കെയാന്ന് പറഞ്ഞാല് എന്റെ മനസ്സിൽ നല്ലൊരു പേടിയുണ്ട്, കാരണം അച്ഛൻ ഇതുവരെ നമ്മുടെ കാര്യത്തിൽ ഓക്കെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ അച്ഛൻ ഓക്കെ പറയാത്തോണ്ട് ജിൻസിയുടെ മനസ്സെങ്ങാനും മാറിയാലോ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ ഇപ്പോഴേ എറിഞ്ഞിടുക, പിന്നീട് അച്ഛൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജിൻസി നിർത്തിയിട്ട് പോകരുത്, മനസ്സിലായോ. യോഞ്ചി ഇങ്ങനെ പറയുന്നത് കേട്ടത് കൊണ്ട് തന്നെ ജിൻസി പറയും, എനിക്ക് നിന്നെ അച്ഛനെ ഒരുപോലെയാണ് ഇഷ്ടമെന്ന് പറയും. ഇത് കേട്ടത് യോഞ്ചി ഷോക്കായിട്ട് പറയും, എന്ത് രണ്ടുപേരും ഒരേപോലെ ഇഷ്ടമാണെന്നോ എന്ന് പറയും. ഉടനെ ജിൻസി പറയും, അതെ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് ഒരേപോലെ സ്നേഹം, അല്ലെങ്കിൽ പിന്നെ അച്ഛനോട് നീ ഒറ്റയ്ക്ക് പോയി സംസാരിക്കാൻ പോകുമ്പോൾ ഞാൻ നിന്നെ തടയത്തില്ലായിരുന്നോ എന്ന് പറയും. ഇത് കേട്ടത് ഉടനെ യോഞ്ചിയുടെ മോഹമൊക്കെ മാറ്റി പറയും, സോറി എന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് ജിൻസി പറയും, ലൂസ്, നിന്നോട് ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നീ അത് കേൾക്കത്തില്ല, നീ അച്ഛനെ ഒറ്റയ്ക്ക് പോയി കാണുമെന്നൊക്കെ എനിക്കറിയായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് വലിയ ദേഷ്യമൊന്നുമില്ല എന്ന് പറയും. എന്നിട്ട് പറയും, ഇങ്ങോട്ട് നോക്കുകയും ചെയ്യും, എനിക്ക് നിന്നെ അച്ഛനെ ഒരുപോലെ തന്നെ, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ വീക്കെൻഡിൽ പോയി അച്ഛനെ കാണാന്ന് പറയും. ഇത് കേട്ടതും സന്തോഷവും ഷോക്കും ആയിട്ട് നമ്മുടെ യോഞ്ചി ചോദിക്കും, എന്ത് വീക്കെൻഡിലോന്ന് ഇത്ര പെട്ടെന്ന് വേണോന്ന് ചോദിക്കും. ഇത് കേട്ടതും ജിൻസി പറയും, അതെ ഞാൻ മെന്റലി ഇതിനെല്ലാം പ്രിപ്പയർഡ് ആയി, അത് തന്നെ ഈ കാര്യം ഒരുപാട് തള്ളി വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോയി അച്ഛനെ കണ്ട് സംസാരിക്കാന്ന് പറയും. ഇത് കേട്ടത് യോഞ്ചിക്ക് ഭയങ്കര സന്തോഷം, ചിരിച്ചിട്ട് പറയും, ശരി ശരി നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് പോയി അച്ഛനെ കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞിട്ട് നമ്മുടെ ജിൻസി ഓഫീസിലോട്ട് പോകും. യോഞ്ചി പോകാനായിട്ട് വരുമ്പോൾ കറക്റ്റ് സമയത്ത് നമ്മുടെ മ്യൂറൻ വന്ന് വിളിക്കും, യോഞ്ചി അവിടെ നിന്നേന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കിയിട്ട് എന്താന്ന് ചോദിക്കുമ്പോൾ ഉടനെ മ്യൂറൻ പറയും, ഈ വരുന്ന ദിവസങ്ങളൊക്കെ നീ എപ്പോഴായിരിക്കും നൈറ്റ് ഫ്രീ ആകുന്നതെന്ന് ചോദിക്കും. ഈ സീൻ ഇവിടുന്ന് നേരെ കട്ടാവും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിൽസനാണ് രാത്രി പ്രൂഫിനെല്ലാം വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് താമസിച്ച് വീട്ടിൽ വരുമ്പോഴേക്കും നമ്മുടെ മ്യൂറനാണ് സോഫയെ കിടന്ന് ഉറങ്ങുക. നേരെ മ്യൂറന്റെ അടുത്ത് വന്ന് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഇങ്ങനെ പുതപ്പിക്കും. ഇവനിങ്ങനെ പുതപ്പിക്കുമ്പോഴേക്കും മ്യൂറൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേച്ചിട്ട് ചോദിക്കും, മ്യൂറൻ എഴുന്നേറ്റ് ചോദിക്കും, നീ എപ്പോ വന്ന്, എന്താ നീ ഇത്രയും താമസിച്ചതെന്ന് ചോദിക്കും. ഉടനെ വിൽസൺ പറയും, ഞാൻ താമസിച്ചു പോയടാ, ആ പ്രൂഫിന്റെ ഒക്കെ കാര്യത്തിനും എവിഡൻസിനും ഒക്കെ വേണ്ടി കുറെ അലഞ്ഞ് താമസിച്ചാ വന്ന്, ഭയങ്കര ടയേർഡായിട്ട് ഇരിക്കുവാന്ന് പറയും. ഇത് കേട്ടതുകൊണ്ട് മ്യൂറൻ പറയും, നീ ഇരിക്കടാ, ഞാൻ എന്തെങ്കിലും നിനക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരാന്ന് പറയും. ഉടനെ വിൽസൺ പറയും, വേണ്ട എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ മ്യൂറന്റെ മടിലോട്ട് കിടക്കും. എന്നിട്ട് പറയും, നീ എപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ ഉണ്ടായാൽ മതി, എന്ത് പ്രശ്നത്തിനും നീ എന്റെ കൂടെ ഇങ്ങനെ ഉണ്ടായാൽ മാത്രം മതി എന്ന് പറയും. മ്യൂറനെ അവനെ ഭയങ്കര സ്നേഹമായിട്ട് മടി കിടത്തി ഇങ്ങനെ ഉറക്കും. വിൽസൺ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മ്യൂറന് ഭയങ്കര സങ്കടമാണ്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മ്യൂറൻ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഉടനെ നമ്മുടെ വിൽസൺ എഴുന്നേറ്റ് അങ്ങോട്ട് വരും. ഉടനെ മ്യൂറൻ പറയും, വാടാ വന്നിരിക്കും, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാന്ന് പറയും. ഇരിക്കാൻ വേണ്ടി ടേബിളിൽ പോയി നോക്കും, ഒരുപാട് തരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് കണ്ടത് ഭയങ്കര ഹാപ്പി ആയിട്ട് വിൽസൺ പറയും, തെന്തേ നീയാണോടാ ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് ചോദിക്കും. ഇത് കേട്ടും ചിരിച്ചിട്ട് മ്യൂറൻ പറയും, അതെ അതെ രാവിലെ നല്ല പോലെ വയറ് നിറച്ച് ഫുഡ് കഴിച്ചാലേ അന്നത്തെ ദിവസം മൊത്തം ഒരുപാട് സെർച്ചിങ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. നല്ല എനർജി ആയിട്ട് ജോലിയൊക്കെ ചെയ്യേണ്ടത്, അതായത് ഇവൻ പ്രൂഫിന് വേണ്ടി അന്വേഷിച്ച് നടക്കുമല്ലേ, അതിനുവേണ്ടിയാണ് അവൻ പറയുന്നത്. അങ്ങനെ ടേബിളിലാണെങ്കിൽ ഒരുപാട് ഫുഡൊക്കെ ഉണ്ട്, നൂഡിൽസ് ഒക്കെ ഹാർട്ടിന്റെ ഷേപ്പിലൊക്കെയാണ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് മ്യൂറൻ പറയും, ഇന്ന് സ്പെഷ്യൽ എന്താന്ന് അറിയാവോ, ലവ് ബ്രേക്ക്ഫാസ്റ്റ് ആന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കും. ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് വിൽസൺ പറയും, ഇതെല്ലാം മുഴുവനും ഞാൻ തന്നെ കഴിച്ചു തീർക്കുമെന്ന് പറഞ്ഞ് നേരെ വന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. ഉടനെ തന്നെ മ്യൂറൻ അടുത്ത് വന്നിരുന്നിട്ട് പറയും, ഞാൻ ഒരുപാടൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലടാ, എനിക്ക് അത്ര അറിയത്തൊന്നുമില്ല, പക്ഷെ നിനക്ക് വേണ്ടി ഇന്ന് എന്തോ ഇതൊക്കെ ഉണ്ടാക്കണോന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ വിൽസൺ പറയും, നോക്കടാ മ്യൂറ, ഞാൻ കാരണം ഈ പ്രശ്നങ്ങളല്ല, എന്നിട്ടും നീ എന്നോട് നല്ല സ്നേഹമായിട്ട് തന്നെയാ ഇരിക്കുന്നത് എന്ന് പറയും. ഇത് കേട്ടത് കൊണ്ട് തന്നെ മ്യൂറൻ പറയും, നീ ഒരുപാട് സങ്കടപ്പെടണ്ട, എങ്ങനെയെങ്കിലും നമുക്ക് എവിഡൻസ് എല്ലാം കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് മ്യൂറൻ ഫുഡ് കഴിക്കാനായിട്ട് വരും. ഇത് കണ്ടത് ഒട്ടേറെ വിൽസൺ പറയും, വേണ്ട നീ കഴിക്കണ്ട, ഇതെല്ലാം നീ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയല്ല, അപ്പൊ ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറയും. ഉടനെ മ്യൂറൻ പറയും, ഇവിടെ ഇത് എന്ത് കഷ്ടം, അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കാനാണോ നീ പറയുന്നതെന്നും പറഞ്ഞ് കുറച്ചെടുത്ത് വായിലോട്ട് വെക്കും. വായി വെച്ച
കഴിച്ചത് ബാക്കി അതേപോലെ തന്നെ തുപ്പും, കാശിന് കൊള്ളത്തില്ല. എന്നിട്ട് പറയും എന്റെ പൊന്നു വിളിച്ചാൽ നീ ഇത് എങ്ങനെയാ കഴിക്കുന്നത് എന്ന് പറയും. ഇത്ര നേരം എങ്ങനെയാ നീ ഇത് സമാധാനമായിട്ട് കഴിച്ചതെന്ന് ചോദിക്കും. ഇത് കേട്ടത് നമ്മുടെ പ്രിൻസിപ്പൽ പറയും നീ എന്ത് ചെയ്താലും എനിക്ക് ഇഷ്ടമാടാന്ന് പറയും. പറയാൻ പറ്റത്തില്ലടാ, ചിലപ്പോ ഇത് കഴിച്ചതിന് ശേഷമാണെങ്കിൽ ഈ വീഡിയോ ഗെയിമിലൊക്കെ വരുന്ന പോലെ പെട്ടെന്ന് പവർ വരുന്നതെങ്കിലോ, അങ്ങനെ പവർ വന്നിട്ട് നീ നോക്കണം, ഇന്ന് ഞാനുള്ള തെളിവ് മൊത്തം കണ്ടുപിടിക്കുമെന്ന് ചിരിച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഇത് കേട്ടത് നമ്മുടെ മ്യൂറനാണെങ്കിൽ അങ്ങ് ഒരുപാട് അങ്ങ് സൂഹിച്ച് ചിരിച്ചിട്ട് നേരെ ടക്കെന്ന് പറഞ്ഞ് നമ്മുടെ വിൽസൺ ഒരു കിസ് കൊടുക്കും. പിന്നെ നമ്മുടെ വിൽസൺ ആരാ മോൻ, അവനറിയാം എപ്പോഴെ തൊടണം കാര്യങ്ങൾ മുന്നോട്ട് പോകാനെന്ന്. ആ രീതിയിലുള്ള ഡയലോഗൊക്കെ ചെറുക്കനടിക്കത്തുള്ളൂ. കിസ് കൊടുത്തിട്ടുണ്ടെന്നെ അവിടെ മ്യൂറൻ പറയും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടാകും നീ പ്രൂഫ് എല്ലാം കണ്ടുപിടിക്കുമെന്ന്, നീ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ മ്യൂറൻ ഒരു കോള് വരും. മ്യൂറൻ കോൾ എടുത്തോണ്ടെന്നെ പറയും ഇന്ന് രാത്രി റെഡി ആയിട്ടിരിക്കുന്നു പറയും. ഉടനെ മ്യൂറൻ പറയും ഓക്കെ ശരി എന്ന് പറയും. ഇത് കേട്ടതും വിൽസൺ ഉടനെ ചോദിക്കും ആരാടാ വിളിച്ചത്, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കോള് വന്നത് നിന്റെ മുഖമൊക്കെ അങ്ങ് മാറിയല്ലോ എന്ന് പറയും. ഉടനെ മ്യൂറൻ പറയും അങ്ങനെ ഒന്നും ഇല്ലടാ, ഇത് ക്ലയന്റിന്റെ കോളാ, ഒരു മീറ്റിംഗ് ഉണ്ട് അതിനെ കുറിച്ച് സംസാരിച്ചതാന്ന് പറഞ്ഞ് നേരെ ചെന്ന് നമ്മുടെ വിൽസൺ ഒരു കിസ് കൊടുത്തിട്ട് പറയും ഞാൻ പോവാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അങ്ങ് പോകും. ഇവിടെ നേരെ സീൻ കെട്ടിയത് കാണിക്കുന്നത് നമ്മുടെ ജിൻസിയുടെ വീട്ടിലാണ്. ജിൻസി യോഞ്ചിയും കൂടെ അച്ഛനും അമ്മയും കണ്ട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. 4 പേരും കൂടെ സോഫയിൽ സംസാരിക്കുവാണ്. 4 പേരും പരസ്പരം മുഖത്ത് നോക്കുന്ന ഒന്നും മിട്ടുന്നില്ല. ഭയങ്കര ഓക്കേഡായിട്ട് ഭയങ്കര സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ജിൻസിക്കാണ് എങ്ങനെ തുടങ്ങണമെന്ന് അറിയാതെ ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുക. ജിൻസി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന കണ്ടിട്ട് യോഞ്ചി എന്ത് ചെയ്യും, ജിൻസിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് സമാധാനിപ്പിക്കും. ഇത് കണ്ടത് അവർ അച്ഛനൊന്നും മിണ്ടാതെ മുഖം അങ്ങ് മാറ്റും. ഉടനെ ഇത് കണ്ടിട്ട് അമ്മ ചോദിക്കും യോഞ്ചി നീ ഇങ്ങനെയൊക്കെ ചെയ്ത് അച്ഛനെ ഒന്നും കൂടെ കഷ്ടപ്പെടുത്തണോ വെറുതെ എന്ന് ചോദിക്കും. ഇത് കേട്ടത് കൊണ്ട് തന്നെ നമ്മുടെ യോഞ്ചി പറയും ഞങ്ങളിങ്ങനെ കൈ പിടിക്കുന്നത് പോലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് എന്ത് കാര്യം, എന്ത് പ്രയോജനം അതിലുള്ളതെന്ന് ചോദിക്കും. യോഞ്ചി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ദേഷ്യം വേണ്ടിട്ടുണ്ട് തന്നെ അമ്മ പറയും ഒരു പേരന്റിന്റെ വിഷമം എന്താന്ന് നിനക്ക് എങ്ങനെ മനസ്സിലാക്കാനാ, നീ ഞങ്ങളുടെ സ്ഥാനത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്ക്, നീ എപ്പോഴും നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ, നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ, ഇത്രയും സെൽഫിഷ് ആയിട്ട് ഇരിക്കല്ല യോഞ്ചി എന്ന് പറയും. അമ്മ ഇങ്ങനെ യോഞ്ചിയോട് ദേഷ്യപ്പെടുന്ന കണ്ടതും ജിൻസി ഒട്ടനെ തന്നെ കയറി ഇടപെടും. കൊള്ളാം അവന്റെ ഹൃദയം, ഒട്ടനെ തന്നെ കയറി ഇടപെട്ട് പറയും അമ്മ അവനെ നിന്ന് വഴക്ക് പറയില്ല, അവൻ ചെറിയ ചെറുക്കനാ ഇപ്പോഴും എന്ന് പറയും. ഇത് കേട്ടത് ഉടനെ അവനാണോ കൊച്ചു ചെറുക്കൻ ആണോ എന്ന് പറയും. ഉടനെ അച്ഛൻ കൈ കയറി പിടിച്ചിട്ട് ഇങ്ങനെ സമാധാനപ്പെടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൈ കയറി പിടിക്കും. എന്നിട്ട് അച്ഛൻ നേരെ തിരിഞ്ഞിട്ട് ജിൻസിയോട് പറയും നീ എന്ത് പറയാനാ വന്നത്, നിനക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ പറയുന്നു പറയും. ഉടനെ ജിൻസി ഒരുമാതിരി അമ്മയെ നോക്കുമ്പോ അമ്മയും ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കും പറയുന്നുള്ള രീതി. ഒരുമാതിരി സങ്കടത്തോടു കൂടിയും ബുദ്ധിമുട്ടോടു കൂടിയും ജിൻസിയും പറയാൻ തുടങ്ങും അച്ഛൻ അമ്മ എനിക്കും യോഞ്ചിക്കും പരസ്പരം ഇഷ്ടമാണ്, ഞങ്ങള് എന്ന് പറഞ്ഞിട്ട് ഇവനടുത്ത് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. കണ്ണൊക്കെ കലങ്ങി ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് പറയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചിരിക്കാൻ തീരുമാനിച്ചു, ഇതൊന്നും അത്ര പെട്ടെന്നെടുത്ത തീരുമാനമൊന്നും അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്ന് പറയും. ജിൻസി ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് എന്ത് പറയണോന്നറിയാതെ അവർ അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണോന്നും മിണ്ടാതെ. അച്ഛനെ നോക്കിയിട്ടുണ്ട് ജിൻസി പറയും ഇക്കാര്യം പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കാനാണ് ഞങ്ങൾ രണ്ടും വന്നത് എന്ന് പറയും. ഇതും കൂടെ കേട്ടിട്ട് അവർ അച്ഛനാണ് സങ്കടം വന്നിട്ട് എന്ത് പറയണോന്നറിയാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുക. കുറെ നേരമൊക്കെ മിണ്ടാതിട്ട് അച്ഛൻ ഭയങ്കര ബുദ്ധിമുട്ടി പറയും ജിൻസി നീ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്ത് എവിടെയെങ്കിലും ഇത് നടക്കുമോ, ആരെങ്കിലും ഇത് സമ്മതിക്കുമോ, നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളാണ്, നീ എന്റെ സ്വന്തം മോൻ, അവനാണെങ്കിൽ എന്റെ മുന്നിൽ തന്നെ വളർന്ന മോൻ, രണ്ടുപേരെ ഞാൻ എന്റെ മക്കളായിട്ടാണ് കണ്ടിട്ടുള്ളത്, ആരെങ്കിലും ഇതിന് സമ്മതിക്കുമോ എന്ന് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടി അങ്ങ് കരയും. അച്ഛനിങ്ങനെ കരയുന്ന കാണുമ്പോൾ ജിൻസിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഇത്രയും വർഷം അച്ഛനിങ്ങനെ സങ്കടപ്പെടല്ലോ എന്ന് ഓർത്തിട്ടല്ല അവനെല്ലാം പാത്തു വെച്ചത്. ഇപ്പൊ അച്ഛനിങ്ങനെ അതേ കാരണം കൊണ്ട് തന്നെ അച്ഛനിങ്ങനെ കരയുന്ന കാണുമ്പോൾ അവന് ഭയങ്കര സങ്കടമുണ്ട്. എന്നിട്ട് പറയും അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറയും. ഒന്നും വേണ്ടാതെ അച്ഛനിങ്ങനെ സങ്കടപ്പെട്ടിട്ട് എഴുന്നേറ്റ് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് മാറി എന്നിട്ട് പറയും അച്ഛൻ എന്തുമായിരിക്കും പറയാൻ പോകുന്ന നോക്കി നമ്മുടെ ജിൻസിക്ക് നല്ല ടെൻഷനുണ്ട്. എന്നിട്ടുണ്ട് തന്നെ അച്ഛൻ പറയും എനിക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാ, എന്നാലും എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും നല്ല സ്നേഹമുണ്ട്, നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ എന്റെ വാശിയെക്കാട്ടിലും എന്റെ ഫീലിങ്സിനെക്കാട്ടും എനിക്ക് വലുത് നിങ്ങളുടെ സന്തോഷമാണ് എന്ന് പറയും. എന്നിട്ട് അച്ഛൻ നേരെ ജിൻസിനെ വിളിച്ചിട്ട് പറയും ജിൻസി നിനക്ക് ആൺകുട്ടികളെ ഇഷ്ടം, ഞാനത് അക്സെപ്റ്റ് ചെയ്ത് നിന്നെ സ്നേഹിച്ച്, നീ ഇപ്പം ഇവനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു, നിനക്ക് ഇവനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്, എല്ലാം നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ, പിന്നെ ഒന്നും മാറത്തില്ല, എപ്പോഴും നിങ്ങൾ എന്റെ മക്കള് തന്നെ, നമ്മളെല്ലാം ഒരു ഫാമിലി തന്നെയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കരയും. ഇത് കേട്ടതും ജിൻസിയും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയും. ജിൻസി കഴിഞ്ഞിട്ട് നേരെ എഴുന്നേറ്റ് അച്ഛനെ ചെന്ന് ഹക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് കരയും. ഇവർ രണ്ടും ഇങ്ങനെ സങ്കടപ്പെടുന്ന കണ്ടിട്ട് നമ്മുടെ യോഞ്ചി അമ്മയും ഭയങ്കര സങ്കടപ്പെട്ട് കരയും. യോഞ്ചി ഉടനെ നേരെ എഴുന്നേറ്റ് എന്റെ അച്ഛനോട് പറയും അച്ഛൻ എന്നെ വിശ്വസിക്കും, ഞാൻ ജിൻസിനെ നല്ലപോലെ നോക്കിക്കോളാം, അതുപോലെ തന്നെ അച്ഛനെ അമ്മേനെ ഞാൻ നല്ലപോലെ തന്നെ നോക്കിക്കോളാം എന്ന് പറയും. ഇത് കേട്ട് അച്ഛനുടനെ തന്നെ നമ്മുടെ യോഞ്ചിയുടെ തല ഇങ്ങനെ പതുക്കെ തടവി കൊടുക്കും. ഇതെല്ലാം കണ്ട് സങ്കടപ്പെട്ടെങ്കിൽ നമ്മുടെ പാവം അമ്മ പറയും എന്തിനാ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നത്, എല്ലാരും ഇരിക്കുന്നു പറയും, അതായത്
അതായത് ഒരു സങ്കടത്തിൽ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ഇങ്ങനെ പറയും. എല്ലാരും ഇരിക്കും. ഇതിനകത്ത് ടെസ്റ്റ് എന്താന്ന് വെച്ചാൽ ജിൻസി യോഞ്ചി മാറി മാറി പറയും അച്ഛന് ഹെൽത്തിന് പ്രോബ്ലം ഉള്ളത്, അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ എന്ത് കാര്യം ഉണ്ടെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ടപ്പേന്ന് പറഞ്ഞേക്കും. എന്ത് മക്കളാണ് ഇതെന്ന് ആലോചിക്കുന്നത്. അങ്ങനെ എല്ലാരും ഇരുന്ന് കഴിഞ്ഞുകൊണ്ടാണ് അമ്മ ജിൻസിനെ നോക്കിട്ട് പറയും ഇപ്പൊ അച്ഛൻ സംസാരിച്ചു, ഇനി എനിക്ക് സംസാരിക്കണം, ഇത് എന്റെ ഉഴവ, എനിക്ക് കുറെ നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയും. യോഞ്ചി ചെറിയ ചെറുക്കൻ, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളു. നമ്മളെല്ലാരും ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്, അപ്പൊ നിങ്ങളിങ്ങനെ കൈ പിടിക്കുന്നത് ഹഗ് ചെയ്യുന്നതും ഒക്കെ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യം, അതൊക്കെ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് യോഞ്ചിയുടെ പഠിത്തം കഴിയുന്നത് വരെ ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ഈ വീടിനകത്ത് പറ്റത്തില്ല എന്ന് പറയും. ഇത് കേട്ടത് നമ്മുടെ യോഞ്ചിയുടെ മോഹാണ്, തള്ള സമ്മതിക്കൂല എന്നുള്ള രീതി. ഉടനെ ചാടി നിന്നിട്ട് പറയും ഞാനേ ഗ്രാജുവേഷൻ ആಗಿ 4 വർഷം കൂടെ ഉണ്ടെന്ന് പറയും. ഇത് കേട്ടത് അമ്മ ഉടനെ അച്ഛന്റെ നേരെ തിന്നിട്ട് പറയും എല്ലാം ഒന്ന് സെറ്റായി ശാന്തമാനായിട്ട് 4 വർഷമൊക്കെ മതിയല്ലേ എന്ന് പറയും. ഉടനെ അച്ഛൻ ചിരിക്കും. ഉടനെ കളിപ്പായിട്ട് നമ്മുടെ യോഞ്ചി പറയും ഓഹോ അങ്ങനെയാണോ കാര്യം, വീടിനകത്തെല്ലാം ഒന്നും നടക്കാത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പുറത്ത് തന്നെ എന്തോളാന്ന് പറയും. ഉടനെ അമ്മ കളിപ്പായിട്ട് പറയും ഇപ്പഴല്ലേ പറഞ്ഞ എല്ലാരും ഫാമിലി ആയിട്ട് ഒന്നിച്ചിരിക്കാന്ന്, പിന്നെ നീ ഇപ്പോ മാത്രം പോയി തനിയെ താമസിക്കാന്ന് പറയുന്നത് എന്ന് പറയും, അതുകൊണ്ട് അതൊന്നും നടക്കത്തില്ലെന്ന് പറയും. ഇത് കേട്ടതും കളിപ്പായിട്ട് ഉടനെ യോഞ്ചി പറയും അമ്മ എന്താ അമ്മ പറയുന്നത്, അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, കുറച്ചുമ്പ് വഴക്കിട്ടപ്പോ ജിൻസിയോട് പറഞ്ഞു ഇവനൊന്നും ചെറിയ ചെറുക്കനൊന്നും അല്ലെന്ന് പറയുന്നത്, ഇപ്പൊ അമ്മ പറയുന്നത് ഇവൻ ചെറിയ ചെറുക്കൻ, ഇവനൊന്നും അറിയത്തില്ലെന്ന്, എന്താ അമ്മ ഇങ്ങനെയെന്ന് ചോദിക്കും. അമ്മയും മോനും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ട് നമ്മുടെ ജിൻസി അച്ഛനും ചിരിച്ചോണ്ടിരിക്കുവാണ്. ഇത് കേട്ടതുകൊണ്ട് തന്നെ അമ്മ അങ്ങനെ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, നിനക്കെന്താ അച്ഛനാ ഇപ്പോഴും ഈ വീടിന് വേണ്ടി പൈസ അടയ്ക്കുന്നത്, അതുകൊണ്ടൊരു കാര്യമുണ്ട്, ഇവിടുത്തെ അവസാനത്തെ വാക്ക് ഞങ്ങൾ പറയുന്നത് നിങ്ങളങ്ങ് കേട്ടാ മതി എന്ന് പറയും. ഇത് കേട്ടതുകൊണ്ട് തന്നെ കലിപ്പായിട്ട് യോഞ്ചി പറയും കാശാണോ, കാശൊക്കെ എന്റെ കയ്യിലും ഉണ്ടെന്ന് പറയും. കൊണ്ട് തന്നെ അമ്മ പറയും കാശുണ്ടെങ്കിൽ നീ എന്ത് വേണമെങ്കിലും പറയോ, നീ എന്ത് വേണമെങ്കിലും ചെയ്യോ, എന്താ ഒരു 50 വർഷത്തേക്ക് ജീവിക്കാനുള്ള കാശൊക്കെ നീ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. യോഞ്ചിക്ക് കറക്റ്റ് അവരുടെ അമ്മയാ ടപ്പെന്ന് പറഞ്ഞ മറുപടി കൊടുക്കുന്നത്. ഇങ്ങനെ കലിപ്പായിട്ട് യോഞ്ചി കൊണ്ട് ചോദിക്കും അമ്മ സ്വന്തം മോൻ കഷ്ടപ്പെടണോന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമെന്ന് ചോദിക്കും. ഇത് കേട്ടോണ്ട് അമ്മ ഞാൻ അങ്ങനെ തന്നെയാടാ വിചാരിക്കുന്നത് എന്ന് പറയും. ഉടനെ യോഞ്ചി പറയും എനിക്ക് നല്ല സംശയമുണ്ട് അമ്മയുടെ സ്വന്തം മോൻ തന്നെയാണ് ഞാനെന്ന് ചോദിക്കും. ഉടനെ അമ്മ പറയും തന്നെ അല്ലടാ നീ എന്റെ സ്വന്തം മോനല്ല, നീ റോഡിൽ കിടക്കുക, ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതേ ഉള്ളൂ എന്ന് പറയും. ഇത് കേട്ടത് യോഞ്ചി ഉടനെ പറയാം എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ സ്വന്തം മോനെടുത്ത് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി ഏതെങ്കിലും അമ്മമാരിയ്ക്കുമെന്ന് കലി കയറി അമ്മ എന്തൊക്കെ പറയും യോഞ്ചിനെ അടിക്കും. ഉടനെ യോഞ്ചി അച്ഛനോട് പറയും അച്ഛാ കണ്ടോ അമ്മ എന്നെ അടിക്കുന്നെന്ന് പറയും. ഉടനെ അച്ഛൻ ചിരിച്ചിട്ട് പറയും നീ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് സമാധാനത്തെ അമ്മയെ പിടിച്ച് അവിടെ ഇരുത്തും. യോഞ്ചിനെയും ജിൻസിയെ പിടിച്ച് അവിടെ സമാധാനമായിട്ട് ഇരുത്തും. എന്തുമാത്രം പ്രശ്നമായിട്ട് വന്നേ പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻഡിങ് ആയിട്ട് തീർന്നു. നമ്മുടെ ജിൻസിക്കും യോഞ്ചിക്കും സമാധാനമായി, അച്ഛനും അമ്മയൊക്കെ ഓക്കെ ആയി, ഇനി അവരുടെ കാര്യം ഓക്കെയാണ്. ഇവരൊരു തീം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് കപ്പിളായി ഞങ്ങൾ ഒരു സ്പീഡിൽ ഇങ്ങനെ മുന്നേ പോകും, നിങ്ങൾ പതുക്കെ പുറകെ വന്നേക്കുന്നുള്ള രീതിയിൽ ഇവരങ്ങ് ഫാസ്റ്റ് ആയിട്ട് പോവുക. ഈ ഹാപ്പിയാണ് സീൻ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരെയാണ്. എപ്പോഴത്തെ പോലെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്യുക. ഇനി വരാൻ പോകുന്നത് ഫൈനൽ എപ്പിസോഡാണ്. 19, 20 കൂടെ ഒന്നിച്ച് നോക്കിയേക്കാം, എന്നാലും ഒരു രസമുള്ളൂ. അപ്പൊ ശരി, അടുത്ത ഫൈനൽ എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ.